ഹായ് കൂട്ടുകാരെ, എൻ്റെ പേര് നന്ദിനി. എനിക്ക് 25 വയസ്സുണ്ട്. എൻ്റെ ഭർത്താവിൻ്റെ അനിയനുമായുള്ള കഥയാണ് ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. എൻ്റെ വീട് തൃശ്ശൂരാണ്. വീട്ടിൽ അച്ഛനും അമ്മയും ഒരു അനുജത്തിയുമുണ്ട്. അനുജത്തി ഡിഗ്രിക്ക് പഠിക്കുന്നു. അച്ഛനൊരു പലചരക്കട നടത്തുകയാണ്. അമ്മ വീട്ടിൽ തന്നെ ഇരിക്കുന്നു. ഞാൻ പഠിത്തമെല്ലാം കഴിഞ്ഞ് വീടിൻ്റെ അടുത്തുള്ള ടൗണിലെ ഒരു പ്രൈവറ്റ് ബാങ്കിൽ ജോലി ചെയ്യുന്ന സമയം അപ്പോഴാണ് എനിക്കൊരു കല്യാണാലോചന വരുന്നത്. ആളുടെ പേര് വിഷ്ണു എന്നാണ്. അവരുടെ വീട് എറണാകുളത്താണ്. ആൾക്ക് ഗൾഫിലാണ് ജോലി. വീട്ടിൽ അച്ഛനും അമ്മയും ഒരു അനുജനുമാണ് ഉള്ളത്. അവർക്ക് വേറെ ഡിമാൻഡൊന്നുമില്ല. കല്യാണം കഴിഞ്ഞ് എന്നെയും ഗൾഫിലൊക്കെ കൊണ്ടുപോകും എന്നാണ് അവർ പറയുന്നത്. അങ്ങനെ രണ്ട് വീട്ടുകാർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. 2 മാസത്തെ അവധിക്ക് ആള് നാട്ടിൽ വന്നു. കല്യാണമെല്ലാം പെട്ടെന്ന് നടന്നു. കല്യാണം കഴിഞ്ഞുള്ള നാളുകളിലെ ആഘോഷം അതിനൊന്നും ഒരു കുറവും ഇല്ലായിരുന്നു. തിരിച്ച് പോകുമ്പോൾ എന്നെയും കൊണ്ടുപോകാം, അങ്ങനെയാണല്ലോ പറഞ്ഞത്. എന്നാൽ എനിക്ക് പോവാനുള്ള കാര്യങ്ങളൊന്നും റെഡിയായില്ല. സാങ്കേതികമായി എന്തൊക്കെയോ പ്രശ്നങ്ങൾ. ഇതുവരെ അറിയാത്ത ആനന്ദം ആളെനിക്ക് തന്നു. ആള് പോയാൽ ഇനി 1 വർഷം കഴിഞ്ഞ് തിരിച്ചു വരൂ. അതുവരെ ഒന്നും അനുഭവിക്കാൻ പറ്റില്ല. ആ ഒരു നിരാശ എനിക്ക് നല്ലതുപോലെ ഉണ്ട്. ചില ദിവസങ്ങളിൽ 2ഉം 3ഉം തവണയൊക്കെ ചെയ്യാറുണ്ട്. പെട്ടെന്ന് അതൊക്കെ നിൽക്കുമ്പോൾ ആർക്കാണേലും നിരാശ തോന്നുമല്ലോ. എന്നാലും ഞാൻ അതൊന്നും പുറത്ത് കാണിച്ചില്ല. കെട്ടിയോൻ്റെ അനുജന് 23 വയസ്സേ ഉള്ളൂ. എന്നേക്കാൾ 2 വയസ്സിന് ഇളയതാണ്. ചെറിയ ഒരു കുട്ടിയുടെ മുഖമാണ്. വളരെ നിഷ്കളങ്കനുമാണ്. ആരും പെട്ടെന്ന് അവനോട് കൂട്ടാവും. അവൻ്റെ പഠിത്തമെല്ലാം കഴിഞ്ഞു. ഇപ്പോൾ വീട്ടിലിരുന്ന് എന്തോ കമ്പ്യൂട്ടർ കോഴ്സ് പഠിക്കുകയാണ് എന്നാണ് പറയുന്നത്. ചേട്ടൻ വാങ്ങിക്കൊടുത്ത ഒരു ലാപ്ടോപ്പും അവൻ്റെ കയ്യിലുണ്ട്. അങ്ങനെ 2 മാസം കഴിഞ്ഞു. ചേട്ടൻ ഗൾഫിലേക്ക് തിരിച്ചു പോയി. കഴിഞ്ഞ് 2-3 ദിവസത്തേക്ക് എനിക്ക് വല്ലാത്തൊരു പ്രയാസമായിരുന്നു. എൻ്റെ പ്രയാസം മനസ്സിലാക്കിയ ചേട്ടൻ്റെ വീട്ടുകാരും അനുജനും എന്നോട് കൂടുതൽ അടുപ്പം കാണിച്ചു. ഞാൻ ഒറ്റയ്ക്കിരുന്ന് എന്തെങ്കിലും ആലോചിക്കുന്നത് കണ്ടാൽ അനുജൻ അവൻ്റെ ലാപ്ടോപ്പുമായി വരും. അതിൽ നല്ല കോമഡി സിനിമകളുണ്ട്. 2 പേരും ഒന്നിച്ചിരുന്ന് അതൊക്കെ കാണും. അങ്ങനെ പതിയെ പതിയെ ഞാൻ ഉഷാറായി വന്നു. ഒരു ദിവസം അനുജനും അച്ഛനും ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ കല്യാണ പരിപാടിക്ക് പോയി. ഞാനും അമ്മയും പോയില്ല. വെറുതെ ഇരുന്ന് മടുത്തപ്പോൾ ഒരു സിനിമ കാണാം എന്ന് വിചാരിച്ച് ഞാൻ അനുജൻ്റെ റൂമിലേക്ക് പോയി. അതിൽ എല്ലാം കണ്ട സിനിമകളാണ്. കാണാത്ത സിനിമകൾ എന്തെങ്കിലും ഉണ്ടോയെന്നറിയാൻ ഞാൻ ഫയലുകൾ എല്ലാം തുറന്നു നോക്കി. അങ്ങനെ തുറന്ന് നോക്കുന്നതിൻ്റെ ഇടയിലാണ് എൻ്റെ ഏട്ടത്തിയമ്മ എന്ന് പേരുള്ള ഒരു ഫയൽ കണ്ടത്. അതിൽ കുറച്ച് ഫോട്ടോസ് ഉണ്ട്. ഞാൻ മുറ്റമടിക്കുന്നത്, തുണിയലക്കുന്നത്, പിന്നെ ഒരു വീഡിയോയുമുണ്ട്. അവൻ്റെ ചേട്ടനും ഞാനും റൂമിൽ ചെയ്യുന്നത്. ഞാൻ ലാപ്ടോപ്പ് അടച്ച് നേരെ എൻ്റെ റൂമിലേക്ക് പോയി. വൈകുന്നേരം ആയപ്പോഴേക്കും അച്ഛനും അനുജനും വന്നു. അനുജൻ വന്നപാടെ എൻ്റെ റൂമിലേക്ക് വിശേഷങ്ങൾ പറയാനായി വന്നു. എനിക്ക് തലവേദനയാ എന്ന് പറഞ്ഞ് ഞാൻ ഒന്നും മിണ്ടിയില്ല. പിന്നീടുള്ള 2 ദിവസം അവൻ എന്നോടൊന്നും മിണ്ടിയില്ല. എൻ്റെ മുഖത്ത് പോലും നോക്കുന്നില്ല. ഞാൻ ഒന്നും ക്ലോസ് ചെയ്യാതെ പെട്ടെന്നാണ് ലാപ്ടോപ്പ് അടച്ചത്. അത് തുറന്നു നോക്കിയപ്പോൾ അവന് മനസ്സിലായി കാണും ഞാൻ എല്ലാം അറിഞ്ഞുവെന്ന്. 2 ദിവസം കൊണ്ട് എൻ്റെ ദേഷ്യമെല്ലാം പോയി. എടാ, എന്തെങ്കിലും പുതിയ സിനിമയുണ്ടെങ്കിൽ നമുക്ക് കാണാം എന്ന് ഞാൻ അവനോട് പറഞ്ഞു. അവൻ ലാപ്ടോപ്പും എടുത്ത് ഹാളിലിരുന്ന എൻ്റെ അടുത്തേക്ക് വന്നു. ലാപ്ടോപ്പിൽ പുതിയൊരു സിനിമ വെച്ച് തന്നു. അവന് തലവേദനയാ എന്ന് പറഞ്ഞ് പോവാൻ തുടങ്ങി. അങ്ങനെയപ്പോൾ നീ പോവണ്ട, ഇവിടെ ഇരുന്ന് എൻ്റെ കൂടെ സിനിമ കണ്ടോ. ഏട്ടത്തിയമ്മ എന്ത് പറഞ്ഞാലും മോൻ അനുസരിക്കുമെന്ന് എനിക്കറിയാം. ഏട്ടത്തിയമ്മയല്ലേ മോനെ ശരിക്കും തിരിച്ചറിഞ്ഞിട്ടുള്ളൂ. കൂട്ടുകാരെ, ഇതിൻ്റെ ബാക്കി കഥ അടുത്ത വീഡിയോയിൽ വരുന്നതാണ്.